ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, അതായത് PSC ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ്. ഓരോ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് വായിച്ചു നോക്കുക, കാര്യങ്ങളെ ഡീപ്പായിട്ട് പഠിക്കുക. PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലകൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് ഏറ്റവും കൂടുതൽ പാറ്റേൺ മാറിയിട്ടുള്ളതും ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്. സോ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക, PG ലെവലിൽ നിന്ന് തന്നെ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഒരു തിയറി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് ആ തിയറി മാത്രം നോക്കി പോകാതെ തിയറിയിലെ അകത്തേക്ക് ഇറങ്ങി പഠിക്കാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിത്ത് റെഫറൻസ് ടു കോൾബർഗ് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ താഴെ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് ഈ മോറൽ ഡെവലപ്മെന്റ്? ശരിയും തെറ്റും അല്ലെ, ഇത് ശരിയാണ്, ഇത് ചെയ്യരുത്, സോറി ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഇത് ശരിയാണ്, ഇങ്ങനെ വേണം ചെയ്യാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് പറയുക, അല്ലെങ്കിൽ നല്ല സ്വഭാവം ചീത്ത സ്വഭാവം, ഇതൊക്കെ മോറൽ ഡെവലപ്മെന്റ് ആണ്. അത് ഓരോ ഏജ് കഴിയുന്തോറുമാണ് നമുക്ക് മോറൽ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ നമുക്കറിയാം എത്ര ലെവലാണുള്ളത്, 3 ലെവല് മോറൽ ഡെവലപ്മെന്റ് ആണ് കോൾബർഗ് പറയുന്നത്. പഠിച്ചിട്ടില്ലേ? അപ്പൊ 3 ലെവലായിട്ട് കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ഓക്കെ, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവലില് നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ലെവലിലും 2 സ്റ്റേജുകൾ വീതമുണ്ടെന്ന് കോൾബർഗ് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഇത്ര അറിയാമല്ലോ. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ ബിലോങ്സ് ടു സ്റ്റേജ് 3 വിച്ച് ഈസ് എ പാർട്ട് ഓഫ് കൺവെൻഷണൽ ലെവൽ ഓഫ് മൊറാലിറ്റി. 2, at the post-conventional level, stage 6 reasoning may lead to a person to follow internalized principle even if they conflict with the law. 3, stage 2 reasoning accept reciprocity but only if it serves one's own interest. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് സ്റ്റേജസും ലെവലും അറിഞ്ഞാൽ മാത്രമേ ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഡയറക്റ്റ് ചോദ്യവുമാണ് അല്ലെ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിക്കുക. ആൻസറിലേക്ക് പോകാം. ആൻസർ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 3 ശരിയാണ്. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ സ്റ്റേജ് 3 അത് കൺവെൻഷണൽ ലെവൽ മൊറാലിറ്റിയിലാണ് വരുന്നത്. 2, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ സ്റ്റേജ് 6 റീസണിംഗ് മേ ലീഡ് ടു എ പേഴ്സൺ ടു ഫോളോ ഇന്റേണലൈസ്ഡ് പ്രിൻസിപ്പിൾ ഈവൻ ദേ ഹാവ് കോൺഫ്ലിക്ട് വിത്ത് ദ ലോ. സ്റ്റേജ് 2 റീസണിംഗ് അക്സെപ്റ്റ് റെസിപ്രോസിറ്റി ബട്ട് ഓൺലി ഇഫ് ഇറ്റ് സെർവ് വൺസ് ഓൺ ഇൻട്രസ്റ്റ്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. ആദ്യത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാലും പറയാം. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എപ്പോഴാ വരുന്നത്? എന്നെ പറ്റി മറ്റുള്ളവര് നല്ലത് പറയണം, അവർക്ക് നല്ലത് പറയാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. അത് എവിടെയാ വരുന്നത്? ഏകദേശം ഒരു ഏത് പ്രായത്തിലായിരിക്കും വന്നു തുടങ്ങുന്നത്? ഒരു 9 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലത് പറയണം. പിയർ ഗ്രൂപ്പ് എന്നെ പറ്റി നല്ലത് പറയണം, സൊസൈറ്റി പറയണം. അപ്പൊ സ്റ്റേജ് 3 കൺവെൻഷണൽ മൊറാലിറ്റിയിലാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കിയേ. സ്റ്റേജ് 6 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും 5ഉം 6ഉം സ്റ്റേജിലേക്ക് പോകത്തില്ല. 5ാമത്തെ 6ാമത്തെ സ്റ്റേജിലേക്ക് എല്ലാവരും പോകത്തില്ല. അത് ഫൈനൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആ 6 എന്ന് പറയുന്നത്. അത് പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലാണ് ലെവൽ 6 എന്ന് പറയുന്നത്. ഇവിടെ റീസണിംഗ് മേ ലീഡ് ടു എ പേഴ്സൺ ടു ഫോളോ ഇന്റേണലൈസ്ഡ് പ്രിൻസിപ്പിൾ ഈവൻ ദേ ഹാവ് കോൺഫ്ലിക്ട് വിത്ത് ദ ലോ. നമ്മുടെ ലോ പ്രകാരം ചിലത് ശരി തെറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ലോ പോലും ഇത് കറക്റ്റ് ആയിട്ടല്ലല്ലോ ഫോളോ ചെയ്ത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീസണിങ് വരുന്നത് സ്റ്റേജ് 6 അല്ലെ. ലോ ഇങ്ങനെയാണ് പറയുന്നത്, സോ ആ ലോയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നിടം വരെ നമ്മൾ സ്റ്റക്കാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് 5ഉം 6ഉം ഒക്കെ എത്തുമ്പോഴത്തേക്ക് ലോ പറഞ്ഞത് ശരിയല്ല, ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല ലോ കാണിച്ചത് എന്ന് വാദിക്കുന്നത് 6ലാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്റേണലൈസ്ഡ് പ്രിൻസിപ്പിൾസും ലോയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതാണ് 6. സ്റ്റേജ് 2 റീസണിംഗ് അക്സെപ്റ്റ് റെസിപ്രോസിറ്റി. സ്റ്റേജ് 2 എന്താ പറയുന്നത്? കൊച്ചുകുട്ടികൾ എന്താ പറയുന്നത്? നീ എനിക്ക് അത് തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാം എന്നാണ് പറയുന്നത് അല്ലെ. നീ എനിക്ക് ഹോംവർക്ക് ചെയ്ത് തന്നാൽ നാളെ ഒരു സമയത്ത് നിനക്ക് ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളാണ്. സ്റ്റേജ് നമ്പർ 2 ആണ്. ഓക്കെ, അപ്പൊ തിയറി കൃത്യമായിട്ട് മനസ്സിലായവർക്ക് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പം കിട്ടിക്കാണും. അല്ലാത്തവർ ഒന്നും കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലെവൽ 1 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. അപ്പം കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ലെവൽ 1 എന്താ?
പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നാണ് അതിന്റെ പേര്. അവിടെ 2 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് നമ്പർ 1 ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ, സ്റ്റേജ് നമ്പർ 2 ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. കണ്ടോ, ഈ സ്റ്റേജ് നമ്പർ 2 ആണ് ഇപ്പൊ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റൽ പർപ്പസ് ആണ്. ഈ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് എന്ന് ഇത് ഏകദേശം 0 to 9 ഇയേഴ്സ് ആണ്. 9 വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് രണ്ടെണ്ണം. ഒരു പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, ഇത് 9 തൊട്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ഒബീഡിയൻസും പണിഷ്മെന്റും. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുന്നത് ആ കൊച്ചുകുട്ടി അടി കിട്ടുവോ അല്ലെങ്കിൽ വഴക്ക് കിട്ടുവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും അനുസരിക്കുന്നത്. അവന് പ്രത്യേകിച്ച് അവൻ്റെതായിട്ടുള്ള നീതി ന്യായം ഒന്നും ഇല്ല. അടി കിട്ടാതിരിക്കാൻ, വഴക്ക് കിട്ടാതിരിക്കാൻ അവൻ ചെയ്യാണ്. ദെൻ സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിസം എക്സ്ചേഞ്ച് ആണ്. അതായത് നീ എനിക്ക് ചെയ്താൽ ഞാൻ നിനക്ക് ചെയ്യാം, എന്നോട് അങ്ങനെ ചെയ്താൽ എനിക്കും ചെയ്യാം എന്നുള്ള രീതിയാണ് സ്റ്റേജ് നമ്പർ 2. ഇനി ലെവൽ 2 ആണ് കൺവെൻഷണൽ മൊറാലിറ്റി. അത് ഇച്ചിരി കൂടെ വളർന്നു, കുട്ടി വളർന്നു, 9 വയസ്സ് കഴിഞ്ഞു. അവിടെ സ്റ്റേജ് നമ്പർ 3 ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ ആണ്. നല്ലത് പറയണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, മറ്റുള്ളവരെന്നെ പറ്റി നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ചെയ്താൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേജ് 3. സ്റ്റേജ് 4 മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആണ്. അവിടെയാണ് നമ്മൾ ലോ ആൻഡ് ഓർഡർ ഒക്കെ അനുസരിച്ച് തുടങ്ങുന്നു. ഇതാണ് റൂൾ അനുസരിച്ചിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ എന്നുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേജ് 4ലാണ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്താ? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. അത് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവരും ഈ ഒരു സ്റ്റേജിലോട്ട് വരില്ല എന്നാണ് കോൾബർഗ് പറയുന്നത്. സ്റ്റേജ് 5 യൂണിവേഴ്സൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് ആണ്. നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റിനെ പറ്റിയിട്ടും സോഷ്യൽ കോൺട്രാക്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് കണ്ട് പെരുമാറുന്നതാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. സ്റ്റേജ് 6 അൾട്ടിമേറ്റ് ആണ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഈ പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ട ലോയ്ക്കും ഒക്കെ അതീതമായിട്ട് ചെയ്തത് ശരിയല്ല എന്ന് നമ്മൾ ഇന്റേണൽ റീസണിങ് ചെയ്ത് ലോയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ കൃത്യമായിട്ട് മനസ്സിലായി. തിയറി ഓൾറെഡി ഞാൻ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എറിക് എറിക്സനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിനെയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. സൈക്കോ സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൈക്കിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്, അല്ലെ? അവിടെ 8 സ്റ്റേജുകളുണ്ട്. എറിക്സന്റെ തിയറിയിൽ 8 സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതൊന്ന് ഓർത്തിരിക്കണേ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. എറിക്സൺ തിയറി അൺലൈക്ക് ഫ്രൂയിഡ്സ് ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് അക്രോസ് ദ എൻറ്റയർ ഹ്യൂമൻ ലൈഫ് സ്പാൻ. എറിക്സന്റെ തിയറിയിൽ ഫ്രൂയിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റോൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനും റിലേഷൻഷിപ്പുമാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലം മൊത്തമുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷനും റിലേഷൻഷിപ്പിനുമാണ് കൂടുതൽ പ്രാധാന്യം എറിക്സൺ കൊടുക്കുന്നത്. 2, അക്കോർഡിംഗ് ടു എറിക്സൺ സക്സസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ലീഡ് ടു എ വെർച്യൂ ഓർ ഈഗോ സ്ട്രെങ്ത് സച്ച് ആസ് ഹോപ്പ്, വിൽ ഓർ പർപ്പസ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഹോപ്പും വില്ലും ഒക്കെ. എറിക്സന്റെ നിർദ്ദേശപ്രകാരം അല്ലെ അഭിപ്രായ പ്രകാരം സക്സസ്ഫുൾ റിലേഷൻ ഓഫ് ഈച്ച് സ്റ്റേജ്, ഓരോ സ്റ്റേജിലും കൃത്യമായിട്ട് സക്സസ്ഫുള്ളി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരു ഈഗോ സ്ട്രെങ്ത്, അതായത് ഹോപ്പും വില്ലും പർപ്പസും ഒക്കെ ഉണ്ടാവും ഓരോ മനുഷ്യർക്കും. 3, എറിക്സൺ ബിലീവ് ദാറ്റ് ഐഡന്റിറ്റി ഫോർമേഷൻ ഇസ് കംപ്ലീറ്റഡ് എൻറ്റയർലി ഡ്യൂറിംഗ് അഡോളസൻസ് ആൻഡ് ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ ടു അഡൾട്ട്ഹുഡ്. എറിക്സൺ വിശ്വസിക്കുന്നത് ഐഡന്റിറ്റി ഫോർമേഷൻ കംപ്ലീറ്റഡ് എൻറ്റയർലി ഡ്യൂറിംഗ് അഡോളസൻസ്. അഡോളസന്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലേ അഡോളസന്റിൽ ഉണ്ടാവുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ തെറ്റിക്കാനായിട്ടുള്ളൊരു ചോദ്യമാണ്. എറിക്സൺ ബിലീവ്ഡ് ദാറ്റ് ഐഡന്റിറ്റി ഫോർമേഷൻ ഇസ് കംപ്ലീറ്റഡ് എൻറ്റയർലി ഡ്യൂറിംഗ് അഡോളസന്റ്, ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ ടു അഡൽട്ട്ഹുഡ്. അഡൽട്ട്ഹുഡിലേക്ക് ഐഡന്റിറ്റി ഫോർമേഷൻ പോവില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ പറയാം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 3 തെറ്റാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരുന്നു. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ പറഞ്ഞത്? എറിക്സന്റെ തിയറി കവർ ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഫ്രം ബർത്ത് ടു ഡെത്ത് ആണ്, അല്ലെ? അന്ന് ജനറേറ്റിവിറ്റി ബേസ്ഡ് സ്റ്റാഗ്നേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് ഡെസ്പയർ വരുന്നത് മരണത്തിന്റെ ആ ഒരു സമയം വരെയാണ്. 65+ തൊട്ടെന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെയാണ്. അപ്പം സൈക്കോ സോഷ്യൽ ഫാക്ടർ, സോഷ്യൽ ഇന്ററാക്ഷൻ, റിലേഷൻഷിപ്പ്, ഫ്രൂയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഒരാളുടെ ജീവിത കാലഘട്ടത്തെ പല സ്റ്റേജുകളായിട്ടാണ് ആര് തിരിച്ചിരിക്കുന്നത്? എറിക്സൺ തിരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 കറക്റ്റ് ആണ്. ഓരോ സ്റ്റേജിലും നമ്മൾ പറഞ്ഞു ആദ്യം നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അവിടെ ട്രസ്റ്റ് ഡെവലപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ലോകത്തോടും കെയർ ഗീവേഴ്സിനോടും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അടുത്ത സ്റ്റേജിലേക്ക് സക്സസ്ഫുള്ളി പോകാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ കുട്ടി ഈഗോ സ്ട്രെങ്തോട് കൂടിയിട്ടാണ് ഓരോ സ്റ്റേജും പോകുന്നത്. സോ ഈച്ച് സ്റ്റേജ് വെൻ റിസോൾവ് സക്സസ്ഫുള്ളി ലീഡ് ടു എ വെർച്യൂ ഓർ ഈഗോ സ്ട്രെങ്ത്, അതായത് ഹോപ്പ് ഇൻ ഇൻഫൻസി, വിൽ ഇൻ ഏർലി ചൈൽഡ്ഹുഡ്, പർപ്പസ് ഇൻ പ്രീ സ്കൂൾ ഇയേഴ്സ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആവാൻ കാരണം എന്താ?
എറിക്സൺ പറയുന്നത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അഡോളസെന്റിലാണ് അല്ലെ. പക്ഷേ ഐഡന്റിറ്റി ഫോർമേഷൻ സ്റ്റാർട്ട് ഇൻ അഡോളസെൻസ് എന്നാ പറയുന്നത്. ഞാൻ ആരാണ്, എന്റെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്ന അഡോളസെൻസിലാണ്. ബട്ട് ക്യാൻ കണ്ടിന്യൂ ആൻഡ് ഇവോൾവ് ത്രൂ ഔട്ട് അഡൾട്ട്ഹുഡ് ഡ്യൂ ടു ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് ഇന്ററാക്ഷൻ. പക്ഷേ ഈ ഒരു അഡൾട്ട്ഹുഡ് ആകുമ്പോഴത്തേക്കും ഈ ഐഡന്റിറ്റി ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. പുതിയ പുതിയ എക്സ്പീരിയൻസും ഇന്ററാക്ഷൻസും ഒക്കെ അഡൾട്ട്ഹുഡിലാണ് തുടങ്ങുന്നത് അല്ലെ. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആണ്. അപ്പം ഇവിടെ ഓർത്തു വെച്ചേക്ക, എറിക്സന്റെ തിയറി പ്രകാരം 8 സ്റ്റേജുകളും ഓരോ സ്റ്റേജിലും സംഭവിക്കുന്ന കാര്യങ്ങളും ഓരോ സ്റ്റേജും സക്സസ്ഫുള്ളി പോകുമ്പം ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇനി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്തു വെച്ചേക്കണേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. DSM-5 ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ DSM-5, അതായത് അമേരിക്കൻ മാനുവൽ ആണ് രോഗങ്ങളുടെ നിർണയത്തിനായിട്ട് നിലവിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് ചോദ്യം. ആൻസൈറ്റി ഡിസോർഡർ, ആൻസൈറ്റി. ഓക്കെ, അക്കോർഡിംഗ് ടു DSM-5, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ PTSD ആർ ക്ലാസിഫൈഡ് അണ്ടർ ആൻസൈറ്റി ഡിസോർഡേഴ്സ്. 2. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ക്യാൻ ഒക്കേഴ്സ് ഇൻ ചിൽഡ്രൻ, അഡോളസെന്റ് ആൻഡ് അഡൾട്ട്, ബട്ട് ദേ ആർ മോർ കോമൺ എമംഗ് വുമൺ. 2 സ്റ്റേറ്റ്മെന്റ്, ഈസി സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് DSM-5 ആയിട്ട് ബന്ധപ്പെട്ട് OCD എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത്. അതായത് ഓവറായിട്ടുള്ള നീറ്റ്നെസ് കാണിക്കുക, റിപ്പീറ്റഡ് തോട്ട്സ്, ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് OCD എന്ന് പറയുന്നത്. അതുപോലെ PTSD എന്നാണെന്ന് എല്ലാവർക്കും അറിയാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻസിനെ കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, PTSD എന്ന് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സ്ട്രെസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം ആൻസൈറ്റി ഡിസോർഡേഴ്സിന്റെ അണ്ടറിലാണ് DSM-5 വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. 2. ആൻസൈറ്റി ഡിസോർഡേഴ്സ് കുട്ടികളിൽ ഉണ്ടാവാം, അഡോളസെന്റിൽ ഉണ്ടാവാം, അഡൽട്ടിൽ ഉണ്ടാവാം, പക്ഷെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഏതൊക്കെ ആയിരിക്കും? ആൻസർ B ആണ്, 2 only എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ B, 2 only. ഇത് മാത്രമാണ് ശരി എന്നുള്ളതാണ്. കാരണം ഈ DSM-5 ഈ OCD, PTSD ഒക്കെ ആൻസൈറ്റി ഡിസോർഡേഴ്സിന്റെ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓവറായിട്ട് വിയർക്കുക, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഈ പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് തോട്ട് ആൻസൈറ്റിയിലും വരാറുണ്ട്, OCDയിലും വരാറുണ്ട്. പിന്നെന്താണ്, നെഞ്ചിടിപ്പ്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. പക്ഷേ DSM-5 ഇതിനെ ഡിസ്റ്റിങ് കണ്ടീഷൻ ആയിട്ടാണ് മാറ്റുന്നത്. ആൻസൈറ്റി ഡിസോർഡറിന്റെ കൂട്ടത്തിലല്ല. ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെയും എല്ലാം വേറൊരു കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 11 ആണ് ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊക്കെ. DSM-5 എന്ന് പറയുന്നത് ഇപ്പം അമേരിക്കൻസ് അസോസിയേഷൻ, സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻസ് ഇറക്കുന്നതാണ് DSM എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ DSM-5 ആണ് ഫോളോ ചെയ്യുന്നത്, അസുഖങ്ങളുടെ കാറ്റഗറൈസേഷൻ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 കറക്റ്റ് ആണ്. കാരണം എന്താ, ആൻസൈറ്റി ഡിസോർഡർ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വരാം. പക്ഷെ ഇപ്പം നിലവിലത്തെ ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇത് സ്ത്രീകൾക്കാണ് വരുന്നത്. അപ്പൊ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ടെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസൈറ്റി അല്ല ഇത്. ആൻസൈറ്റി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രോഗനിർണയമുണ്ട്. 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കുറച്ച് സിംറ്റംസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് ആൻസൈറ്റി. എല്ലാവർക്കും കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ കണ്ടതാണ്, എനിക്കും ആൻസൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവാം, പക്ഷെ ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, GAD എന്ന് പറയും, ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ്, ഫ്രീക്വന്റ് ആൻഡ് അൺറിയലിസ്റ്റിക് വറി അബൌട്ട് എവരിഡേ തിങ്സ്. 2. Benzodiazepines are recommended for long-term continuous treatment of anxiety disorders because they do not cause tolerance or dependence. Cognitive behavioral therapy is the most commonly used psychotherapy for managing anxiety disorders. ആൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്. ആൻസൈറ്റി പലതരം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് പറയുമ്പം എക്സസീവ്, ഫ്രീക്വന്റ്, അൺറിയലിസ്റ്റിക് വറി അബൌട്ട് എവരിഡേ തിങ്സ്, അങ്ങനെയാണോ എന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. നമ്മുടെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൽ എല്ലാ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും റിയലിസ്റ്റിക് അല്ലാത്തത്, അത് സംഭവിക്കോ, ഇങ്ങനെ സംഭവിക്കോ, ഭാവിയിലെ കാര്യങ്ങൾ ഓർത്തിട്ട് അൺറിയലിസ്റ്റിക് വറിയാണ്. അതുപോലെ ഫ്രീക്വന്റ് ആണ്, ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള വറിയാണ്. അതാണോ GAD എന്ന് തിരിച്ചറിയണം. പിന്നെ ഈ ഒരു ബെൻസോഡയാസെപൈൻ എന്ന് പറയുന്ന ആ ഒരു മരുന്നിന്റെ കാറ്റഗറി ഉണ്ടല്ലോ, അത് ലോങ് ടേമില് ആൻസൈറ്റി ഡിസോർഡേഴ്സിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ആൻസൈറ്റി ഡിസോർഡേഴ്സിന് അത് ഉപയോഗിക്കാറുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഓക്കെ, അത് ലോങ് ടേമിൽ ഉപയോഗിക്കാവോ ഇല്ലയോ എന്ന് അറിയണം. അതിനുശേഷം CBT എന്ന് പറയുന്നത്
ആൻസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കോതെറാപ്പിയാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 3 ശരിയാണ്. ഈ 2 എണ്ണം ശരിയാണ്, ഇത് തെറ്റാണ്. കാരണം ഈ ഒരു മരുന്ന് നമ്മൾ ലോങ് ടേമിലേക്ക് കൊടുക്കില്ല, ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ് ആണ്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിൽ പെർസിസ്റ്റന്റ് എക്സസീവ് ആണ് അൺറിയലിസ്റ്റിക് വറി അബൌട്ട് എവരിഡേ. ശരിക്കും പറഞ്ഞാൽ ഡെയിലി അവർക്ക് എപ്പോഴും എക്സസ് വറി ആയിരിക്കും. ഒരാള് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ മോനോ ഒക്കെ പുറത്തേക്ക് പോകുമ്പം അവർ ചിന്തിക്കുന്നത് വെളിയിലോട്ട് പോയി വണ്ടി ഇടിച്ചു മരിച്ചു പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് എക്സസീവ് ആയിട്ടുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വറിയായിരിക്കും ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. 2 ഇൻകറക്റ്റ് ആവാൻ കാരണം ഈ ഒരു കെമിക്കല് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കരുത്. ഷോർട്ട് ടേം രീതിയിൽ ചെറിയ ഡോസിൽ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയി പോകും നമ്മൾ, അതില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 കറക്റ്റ് ആണ്. കാരണം CBT എന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോതെറാപ്പിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻസൈറ്റി ഡിസോർഡേഴ്സിന് വേണ്ടി. CBT മീൻസ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നമ്മുടെ കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്തകളാണ് അല്ലെ, തോട്ടുകളാണ്. അപ്പൊ തോട്ടുകളാണ് പലപ്പോഴും ആൻസൈറ്റിക്ക് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തോട്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതും എക്സസീവ് ആയിട്ടുള്ള തോട്ടാണ് ആൻസൈറ്റിക്ക് കാരണം. അപ്പം ഈ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവ് തോട്ട്സിനെ കയറ്റുക, അതാണ് ശരിക്കും CBT ചെയ്യുന്നത്. നെഗറ്റീവ്, ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ബ്ലാക്കിനെ മാറ്റി വൈറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. പോസിറ്റീവ് കാര്യങ്ങളെ മാറ്റി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ കൊഗ്നിഷനെ മാറ്റി എടുക്കുക, തോട്ട്സിനെ മാറ്റി എടുക്കുക പോസിറ്റീവ് ആയിട്ട്. അതാണ് CBT ചെയ്യുന്നത്. ഇത് ആൻസൈറ്റി ഡിസോർഡറിന് പറ്റിയൊരു സൈക്കോതെറാപ്പിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 3 ശരിയാണ്. അടുത്ത 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ്. ജെയിംസ് ലാംഗെ തിയറി സ്റ്റേറ്റ് ദാറ്റ് ഇമോഷൻസ് റിസൾട്ട് ഫ്രം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ബോഡി വിച്ച് ഒക്കേഴ്സ് ബിഫോർ ദ ഇമോഷണൽ എക്സ്പീരിയൻസസ്. ജെയിംസ് ലാംഗെ തിയറി പറയുന്നത് ഇമോഷൻസ് റിസൾട്ട് ഫ്രം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ബോഡി വിച്ച് ഒക്കേഴ്സ് ബിഫോർ ദ ഇമോഷണൽ എക്സ്പീരിയൻസ്. എനിക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിന് മുൻപായിട്ട് ഇമോഷൻസ് ഉണ്ടാവുന്നത് എന്റെ ഫിസിയോളജിക്കൽ മീൻസ് എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ്, പിന്നീടാണ് ഇമോഷൻ ഉണ്ടാവുന്നത്, ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതെന്നാണ്. The Cannon-Bard theory proposes that physiological changes and emotions ഒക്കെ simultaneously, രണ്ടും ഒരുപോലെ വരുന്നത്. ഇമോഷൻ വന്നു, കരച്ചിൽ വന്നു, കരച്ചിൽ വന്നു. ഇതിന് തലാമസ് പ്ലേയിങ് ദ സെൻട്രൽ റോൾ. ഇതിന് തലാമസ് ആണ് സെൻട്രൽ റോൾ വഹിക്കുന്നത്. 3, according to the James Lange theory, the same physiological change can lead to a multiple different emotion. അതുപോലെ തന്നെ 1ാമത്തെ ജെയിംസ് ലാംഗെ തിയറിയിൽ പറയുന്നത് സെയിം ഫിസിയോളജിക്കൽ ചേഞ്ച് മൾട്ടിപ്പിൾ ഡിഫറെന്റ് ഇമോഷൻസിന് കാരണമാവും. അപ്പൊ ഇവിടെ ജെയിംസ് ലാംഗെ തിയറി അറിയണം, കാനോൺ ബാർഡ് തിയറി അറിയണം അല്ലെ, എന്നാലേ ആൻസർ എഴുതാൻ പറ്റൂ. ആൻസർ നോക്കാം, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 2 ആണ്. 1 2 ശരിയാണ്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇത് തെറ്റാണ്. നമുക്ക് നോക്കാം ഇത് എന്താണെന്ന്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണിത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 പറയുന്നത് ജെയിംസ് ലാംഗെ തിയറി പറയുന്നത് എന്താണ്? നമുക്കൊരു സ്റ്റിമുലസ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞു. ഓക്കെ, ഒരാൾ അടിച്ച് എന്നെ ഒരൊറ്റ അടി തന്നു, അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വേദനിച്ചല്ലോ. ദെൻ ഫിസിയോളജിക്കൽ ചേഞ്ച്, എനിക്ക് കരച്ചിൽ വന്നു. കരച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കരയാൻ തുടങ്ങി. എനിക്ക് വിഷമം വന്നു, കരയാൻ തുടങ്ങി. അപ്പൊ സ്റ്റിമുലസ്, ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായി, എനിക്ക് ശരീരത്തിൽ മാറ്റം ഉണ്ടായി, ദെൻ ഇമോഷൻ ഉണ്ടായി, വിഷമം വന്നു. അതാണ് ഈ ജെയിംസ് ലാംഗെ തിയറി പറയുന്നത്. ഒരു സ്റ്റിമുലസ് ഉണ്ടായാൽ ഫസ്റ്റ് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാവും, ശാരീരിക മാറ്റം ഉണ്ടാവും, ദെൻ ഇമോഷൻസ് ഉണ്ടാവും. ശാരീരിക മാറ്റം മീൻസ് നമ്മുടെ തലച്ചോറ് തിരിച്ചറിഞ്ഞ് ആ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചിന് ശേഷമാണ് ഏത് ഇമോഷനാ വരുന്നതെന്ന് തീരുമാനിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 പറയുന്നത് കാനോൺ ബാർഡ് തിയറി സേസ് ദാറ്റ്. ഇവര് കാനോൺ ബാർഡ് തിയറിയിൽ പറയുന്നത് ഈ ഒരു ഇമോഷനും ഫിസിയോളജിക്കൽ ചേഞ്ചും ഒരുമിച്ചാ വരുന്നത്. ഇത് തലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സ്റ്റിമുലസ് ഉണ്ടായപ്പോ എന്റെ തലാമസ്, ഇവിടെ ഇരിക്കുന്ന ഈ തലാമസ് തിരിച്ചറിഞ്ഞതിനെ ദെൻ സൈമുൾട്ടേനിയസ് ഇമോഷൻസ് ആൻഡ് ഫിസിയോളജിക്കൽ, വിഷമം വന്നു, കരച്ചിലും വിഷമവും എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നതെന്നാണ് കാനോൺ ബാർഡ് തിയറി പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആവാൻ കാരണം ജെയിംസ് ലാംഗെ തിയറി അസ്യൂംസ് സ്പെസിഫിക് സൈക്കോളജിക്കൽ ചേഞ്ച് ലീഡ് ടു സ്പെസിഫിക് ഇമോഷൻ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്റ്റിമുലസ് ഉണ്ടായി, ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായി, ഇമോഷൻ ഉണ്ടായി. ഒരിക്കലും അവിടെ ഒരു മൾട്ടിപ്പിൾ, അതായത് സെയിം ഇമോഷൻ വിഷമമാണെങ്കിൽ കരച്ചിലുണ്ടായി,
മൾട്ടിപ്പിൾ ഇമോഷൻ ഉണ്ടാവത്തില്ല ആ സമയത്ത്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആണ്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആറാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ആറാമത്തത്. സ്പിയർമാന്റെയും തേഴ്സ്റ്റന്റെയും തിയറി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. തേഴ്സ്റ്റന്റെ 7 പ്രൈമറി ഫാക്ടേഴ്സും സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയും മനസ്സിലേക്ക് വരട്ടെ. ബോത്ത് സ്പിയർമാൻ ആൻഡ് തേഴ്സ്റ്റൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടർ അനാലിസിസ് ഇൻ സൈക്കോളജി. ഫാക്ടർ അനാലിസിസിലൂടെ സൈക്കോളജിയിൽ അതിന്റെ ഫാക്ടർ അനാലിസിസിലൂടെ പല കോൺട്രിബ്യൂഷൻസും, എന്ത് കോൺട്രിബ്യൂഷൻ, ഇന്റലിജൻസ് കോൺട്രിബ്യൂഷൻ ചെയ്ത 2 വ്യക്തികളാണ് സ്പിയർമാനും തേഴ്സ്റ്റനും. 2, സ്പിയർമാൻ G factor is considered a major determinant of a person performance in intelligence test. സ്പിയർമാന്റെ G factor ഒരു മേജർ ഡിറ്റർമിനന്റ് ആണ് എന്ത് ഇന്റലിജന്റ് ടെസ്റ്റ് നടത്തുന്നതിനകത്ത്. 3, Thurston's approach suggests that a person may excel in some primary mental ability while being weaker in others. Thurston's approach പറയുന്നത് a person may excel in some primary mental ability. അദ്ദേഹം പ്രൈമറി മെന്റൽ എബിലിറ്റി 7 പ്രൈമറി മെന്റൽ എബിലിറ്റി 7 PM ആര് കൊണ്ടുവരുന്നുണ്ട്? തേഴ്സ്റ്റൺ പറയുന്നുണ്ട്. അപ്പം ഇയാൾ പറയുന്നത് എ പേഴ്സൺ മേ എക്സൽ ഇൻ സം പ്രൈമറി മെന്റൽ എബിലിറ്റി ആർ വീക്കർ ഇൻ അതർ. ചില പ്രൈമറി എബിലിറ്റിയിൽ ചിലർ മുന്നിലായിരിക്കും, പക്ഷെ ചിലടത്ത് അത് വീക്കായിരിക്കും. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് മൊത്തം അറിയണം. എന്താണ് സ്പിയർമാൻ പറഞ്ഞത്, എന്താണ് തേഴ്സ്റ്റൺ പറഞ്ഞത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റൂ. നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. കാരണം സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 രണ്ടുപേരും ഫാക്ടർ അനാലിസിസിലൂടെയാണ്. ഫാക്ടർ അനാലിസിസ് മീൻസ് ഓരോ ഫാക്ടേഴ്സിനെ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് തിയറിയിലേക്ക് വരുന്നതിനെയാണ് വിളിക്കുന്നത് കേട്ടോ. ഫാക്ടർ അനാലിസിസ് വെച്ചിട്ടാണ് അവരുടെ റിസർച്ച് നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സ്പിയർമാൻ പറയുന്നത് G factor is a central to intelligent test performance. എല്ലാവർക്കും എന്തുണ്ടെന്നാണ് സ്പിയർമാൻ പറഞ്ഞത്? കോമൺ ആയിട്ട് ഒരു ഇന്റലിജൻസ് ഉണ്ട്, അതില്ലാത്തതായിട്ട് ആരുമില്ല. ജനറൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ചില വ്യക്തികൾക്ക് ചില സ്പെസിഫിക് ഇന്റലിജൻസും ഉണ്ട് അല്ലെ. ജിയെ നടുക്ക് വെച്ചു, അതിന് ചുറ്റുമായിട്ട് ഒരുപാട് സ്പെസിഫിക് എബിലിറ്റീസും കൂടെ ചേരുന്നതാണ് ഒരു മനുഷ്യൻ. ചിലർക്ക് ചില സ്പെസിഫിക് എബിലിറ്റീസ് ഉണ്ട് അല്ലെ. പാടാനുള്ള കഴിവ്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, സ്പേഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കാണാം. അപ്പം എല്ലാവർക്കും ജി ഉണ്ട്, അതിനെ ഇന്റലിജന്റ് ടെസ്റ്റ് പെർഫോമൻസിന്റെ സെൻട്രൽ ആയിട്ട് എടുക്കാം. പിന്നെ സ്പെസിഫിക് ഉള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോന്നാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 കറക്റ്റ് ആവാൻ കാരണം തേഴ്സ്റ്റൺ ഹൈലൈറ്റഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് എബിലിറ്റി ഫോർ അലൗയിങ് വേരിയേഷൻ അക്രോസ് പ്രൈമറി എബിലിറ്റി. പ്രൈമറി മെന്റൽ എബിലിറ്റി 7 പ്രൈമറി മെന്റൽ എബിലിറ്റി ഉണ്ട്. ചിലതിനകത്ത് ചിലർ വളരെ മുന്നിലായിരിക്കും, ചിലതിനകത്ത് ചിലർ വീക്കർ ആയിരിക്കും എന്ന് തേഴ്സ്റ്റൺ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയേക്കണം. അടുത്തത് ഏഴാമത്തത്, അക്കോർഡിംഗ് ടു കാറ്റൽ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഈസ് ലാർജ്ലി ഹെറിഡിറ്ററി ആൻഡ് ഡിക്ലൈൻ വിത്ത് ഏജ്, whereas crystallized intelligence increases with learning and life experience. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും അറിഞ്ഞാലേ ആൻസർ എഴുതാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 7 ചോദിച്ചിരിക്കുന്നത് എന്താ? കാറ്റലിന്റെ അഭിപ്രായത്തിൽ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എങ്ങനെയാ കിട്ടുന്നത്? ഹെറിഡിറ്ററി ആണ്. അതുപോലെ പ്രായമാകുമ്പോൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് കുറയുന്നു. എന്നാൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് പഠിക്കുന്നതിനനുസരിച്ച് കൂടുകയും ലൈഫ് എക്സ്പീരിയൻസിനനുസരിച്ച് കൂടുകയും ചെയ്യുന്നു. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. സെക്കൻഡ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ബട്ട് ദ സെക്കൻഡ് ഡസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബട്ട് ദ സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്. ഇവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും അറിയണം. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് കറക്റ്റ് എക്സ്പ്ലെയിൻ ദി ഫസ്റ്റ്. നോക്കിക്കേ, കാറ്റലിന്റെ തിയറിയിൽ ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഉള്ളതെന്നാ അല്ലെ. ഫ്ലൂയിഡ് ഇന്റലിജൻസ് നമുക്ക് ജന്മനാ ഉള്ളതാ, നമ്മുടെ ഇന്നേറ്റ് ആണ്. നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഒക്കെ തീരുമാനിക്കുന്നത് അതായത് എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല, നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട്. അതാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പീരിയൻസിന് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ ഇത് വളരെ പീക്ക് ആയിരിക്കും ഏർലിയിൽ. പ്രായമാകുമ്പോൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് കുറയുമെന്നാണ് പറയുന്നത്. എന്നാൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നവരും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇങ്ങനെ കൂടി വരുക പ്രായം കൂടുന്തോറും. ഓരോ ദിവസം കഴിയുന്തോറും അക്യുമുലേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ജന്മനാ നമുക്കുള്ളത് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. തെറ്റിക്കരുത്. ജന്മനാ ഉള്ളത് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, പിന്നെ അക്യുമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസിലൂടെ അക്യുമുലേറ്റഡ് ആവുന്നത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഓക്കെ ആണേ. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം പിയാഷയുടെ സബ്സ്റ്റേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചത്
കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് മോറൽ ഡെവലപ്മെന്റ് ആണ്. പിയാഷെയുടെ മോറൽ ഡെവലപ്മെന്റ് ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പിയാഷെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. എന്താണ് മോറൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചില്ലേ? ഒന്ന്, ഹെറ്ററോണോമസ് മൊറാലിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ചിൽഡ്രൻ സീയിങ് റൂൾസ് ആസ് അൺചേഞ്ചബിൾ ആൻഡ് ഇമ്പോസ്ഡ് ബൈ അതോറിറ്റി. ഹെറ്ററോണോമസ് മൊറാലിറ്റി. രണ്ട്, ഓട്ടോണോമസ് മൊറാലിറ്റി ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് റൂൾസ് ആർ ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ആൻഡ് ക്യാൻ ബി നെഗോഷിയേറ്റഡ്. മൂന്ന്, in the stage of heteronomous morality, the intention behind an action is more important than the consequences. പിയാഷെയുടെ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹെറ്ററോണോമസ് മൊറാലിറ്റിയും ഓട്ടോണോമസ് മൊറാലിറ്റിയും അറിഞ്ഞിരിക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ പറഞ്ഞത്? ഹെറ്ററോണോമസ് മൊറാലിറ്റി കാണിക്കുന്നത് 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇവിടെ ചിൽഡ്രൻ സീ റൂൾസ് ആസ് അബ്സല്യൂട്ട് ആൻഡ് ഇമ്പോസ്ഡ് ബൈ അതോറിറ്റി. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താ? റൂളിനെ മാറ്റാൻ പറ്റില്ല. ഇത് ആരോ ഒരു അതോറിറ്റി, അച്ഛനാവാം, അമ്മയാവാം, സ്കൂൾ പ്രിൻസിപ്പാൾ ആവാം, സ്കൂൾ അതോറിറ്റി ആവാം, ഇവർ ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഹെറ്ററോണോമസ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 കറക്റ്റ് ആണ്. ഓട്ടോണോമസ് മൊറാലിറ്റി, അതായത് ഏകദേശം ഒരു 10 വയസ്സ് തൊട്ടിട്ട്, അതാണ് ഓട്ടോണോമസ് മൊറാലിറ്റി. ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ദ റൂൾസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ. അപ്പൊ കൊച്ചിന് മനസ്സിലായി ഇത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാ, മനുഷ്യനായിട്ട് വെച്ചേക്കുവാ, ഇത് ഫ്ലെക്സിബിൾ ആണ്, വേണമെങ്കിൽ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത് ഓട്ടോണോമസ് മൊറാലിറ്റിയില്ല. 10 വയസ്സ് തൊട്ടിട്ടൊക്കെയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഇൻകറക്റ്റ് ആവാൻ കാരണം എന്താ? ഇൻ ദ സ്റ്റേജ് ഓഫ് ഹെറ്ററോണോമസ് മൊറാലിറ്റി ദ ഇന്റൻഷൻ ബിഹൈൻഡ് ആൻ ആക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ കോൺസിക്വൻസ്. അല്ലേ? അവിടെ കൊച്ചു എത്താൻ നോക്കുന്നത് ഇത് ചെയ്താൽ എനിക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്നായിരിക്കും കുട്ടി നോക്കുന്നത്, അല്ലാതെ ഇന്റൻഷൻ അല്ല നോക്കുന്നത്. എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്. ദൈവമേ, ഞാൻ ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടുമോ, അല്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് വെളിയിലാക്കോ എന്നേ ആലോചിക്കത്തുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഈസ് ഇൻകറക്റ്റ്. ഇൻ ഹെറ്ററോണോമസ് മൊറാലിറ്റി ചിൽഡ്രൻ ജഡ്ജ് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ കോൺസിക്വൻസ്, നോട്ട് ഇന്റൻഷൻ. അപ്പൊ എന്താണ് ഈ ഹെറ്ററോണോമസും എന്താണ് ഈ ഓട്ടോണോമസും എന്ന് പിയാഷെയുടെ ഭാഷയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. ഒന്ന്, സ്ട്രെസ് ഈസ് എ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസ് ടു ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഡിമാൻഡ് ദാറ്റ് എക്സീഡ് ഇൻ ആൻ ഇൻഡിവിജ്വൽ റിസോഴ്സസ്. 2, ഹാൻഡ് സെയിൽസ് ഡിസ്ക്രൈബ് സ്ട്രെസ് ആസ് ദി ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം വിച്ച് ഇൻക്ലൂഡ് ദ സ്റ്റേജസ് ഓഫ് അലാം, റെസിസ്റ്റൻസ് ആൻഡ് എക്സോഷൻ. 3, ക്രോണിക് സ്ട്രെസ് ക്യാൻ ലീഡ് ടു immunosuppression and increased risk of cardiovascular diseases. ഇതിപ്പം ഡെയിലി ലൈഫിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഈ ഹാൻഡ് സെയിൽസ് എന്താ പറഞ്ഞെന്നുള്ളത് സാധാരണയായിട്ടുള്ളവർക്ക് സംശയം തോന്നത്തുള്ളൂ, ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? ആൻസർ ഓപ്ഷൻ 1ഉം 2ഉം 3ഉം ശരിയാണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ പറഞ്ഞത്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബോത്ത് എ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിയാക്ഷൻ ടു ഡിമാൻഡ് എക്സീഡിങ് കോപ്പിംഗ് റിസോഴ്സസ്. സ്ട്രെസ് ഒരു പരിധി വരെ നല്ലതാണ്, ഒരു പരിധി കഴിഞ്ഞാലാണ് നമുക്കത് മോശം, അല്ലെ? എല്ലാത്തിനും ഒരു സ്ട്രെസ് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രെസ് ഈസ് ബോത്ത് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിയാക്ഷൻ. സ്ട്രെസ് വന്നാൽ അത് നമ്മുടെ സൈക്കോളജിക്കൽ റിയാക്ഷനെയും ബാധിക്കും. നമുക്ക് അതായത് മൊത്തത്തിലൊരു മാനസികമായിട്ടും പ്രശ്നമാണ്, ശാരീരികമായിട്ടും പ്രശ്നമാണ്. എങ്ങനെ ശാരീരികമായിട്ട്? സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ദേഹത്ത് വേദന, തോളുവേദന, തലയ്ക്കകത്ത് ഭാരം തോന്നാം, നെഞ്ചിരിപ്പ് കൂടാം, അല്ലെ? കൈയും കാലും അനങ്ങാത്ത അവസ്ഥ, ചിലർക്ക് മസിൽ പെയിൻ ഒക്കെ വരാം. ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഭാഗമാണ്. സോ സ്ട്രെസ് ഇസ് ബോത്ത് എ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിയാക്ഷൻ. അതായത് ഇതൊരു കോപ്പിംഗ് റിസോഴ്സ് ആണ്. നിനക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ് ഇതിപ്പോ നിന്റെ സ്ട്രെസ് ആണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്, അല്ലെ? നമ്മൾ പറയും അകത്തോട്ട് എടുത്തോ, പുറത്തോട്ട് വിട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചറിയാണ് ഈ വേദന എടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ വർക്ക് ലോഡ് ഓവർ ആണ്, എനിക്ക് വലിയ രീതി സ്ട്രെസ് ഉണ്ട് എന്ന് നമുക്ക് സൈക്കോളജിക്കലി മാത്രമല്ല നമ്മുടെ ഫിസിയോളജിക്കൽ കണ്ടീഷനോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഇറ്റ് ഈസ് എ കോപ്പിംഗ് മെക്കാനിസം. ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ റിയാക്ഷൻ സ്ട്രെസ്സിനകത്ത് കാണിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 പറയുന്നത് എന്താ? ഹാൻഡ് സെയിൽസ് പ്രപ്പോസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം വിത്ത് ദ സ്റ്റേജ്. ഇവിടെ ഹാൻഡ് സെയിൽസിന്റെ അഭിപ്രായത്തില് സ്ട്രെസ്സിന് 3 സ്റ്റേജുകളുണ്ട്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രത്തിന് 3 സ്റ്റേജ് ഉണ്ട്. ഒന്ന് അലാം സ്റ്റേജ് ആണ്, സ്ട്രെസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള അലാം സ്റ്റേജ്. ദെൻ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ. ദെൻ എക്സോഷൻ. ഈ 3 സ്റ്റേജിലൂടെയാണ് എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? സ്ട്രെസ് പോകുന്നത്. എന്തൊക്കെയാ? അലാം, റെസിസ്റ്റൻസ് ആൻഡ് എക്സോഷൻ സ്റ്റേജ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്താ പറയുന്നത്? ക്രോണിക് സ്ട്രെസ് നമുക്ക് വന്നാൽ
നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് സപ്രസ് ചെയ്യും. ഓക്കെ, ബ്ലഡ് പ്രഷർ കൂട്ടും, BP കൂടും. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഹാർട്ട് രോഗിയായിട്ട് മാറും, ഉറപ്പാ. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഉറപ്പായിട്ടും സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് കുറയ്ക്കും, BP കൂട്ടും, പതുക്കെ പതുക്കെ നമ്മളൊരു കാർഡിയോ വാസ്കുലാർ ഇഷ്യൂലേക്ക്. അതാണ് പലപ്പോഴും ഇപ്പം ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കൂടുന്നത് ഒരിക്കലും ആഹാരം മാത്രമല്ല, എന്താണ്, സ്ട്രെസ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഗ്രഷൻ ആൻഡ് ഫ്രസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അഗ്രഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ. അപ്പൊ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ്, ഫ്രസ്ട്രേഷൻ ഓൾവേസ് ലീഡ് ടു അഗ്രഷൻ. ഫ്രസ്ട്രേഷൻ അഗ്രഷന്റെ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് ഫ്രസ്ട്രേഷൻ ഓൾവേസ് ലീഡ് ടു അഗ്രഷൻ. ഫ്രസ്ട്രേഷൻ എനിക്ക് ഉണ്ടായാൽ ലാസ്റ്റ് ഞാൻ എവിടെ പോയി നിൽക്കും, അഗ്രഷനിൽ പോയി നിൽക്കും. 2, അഗ്രഷൻ ഈസ് എനി ബിഹേവിയർ ഇന്റൻഡഡ് ടു ഹാം ഓർ ഇൻജുർ അനദർ പേഴ്സൺ ഫിസിക്കലി ഓർ സൈക്കോളജിക്കലി. അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിഹേവിയർ ആയിക്കോട്ടെ, അത് ഒന്നെങ്കിൽ ദേഹോപദ്രവം അല്ലെങ്കിൽ മാനസികമായിട്ട് തകർക്കുക, രണ്ടും വരും അഗ്രഷനകത്ത്. 3, ലിയോണാർഡ് ബെർക്കോവിറ്റ്സ് modified the original frustration aggression hypothesis, stating that frustration produces a readiness for aggression which may or may not result in aggressive behavior depending on the cues in the environment. അത് മാത്രം വെച്ച് സംശയമുണ്ട് അല്ലെ, ഈ ലിയോണാർഡ് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് അത് മാത്രം സംശയമുണ്ട്. ബാക്കി 2 എണ്ണം പഠിച്ചതുകൊണ്ട് അറിയായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ കറക്റ്റ്. 2ഉം 3ഉം ശരിയാണ്. ലിയോണാർഡ് പറഞ്ഞത് ശരിയാട്ടോ, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. 2ഉം 3ഉം ശരിയാ. കാരണം നോക്കിക്കോളൂ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഇൻകറക്റ്റ് ആവാൻ കാരണം എപ്പോഴും ഫ്രസ്ട്രേഷൻ അഗ്രഷനിലോട്ട് പോകത്തില്ല. നമുക്ക് ഫ്രസ്ട്രേഷൻ ഇല്ലാത്ത സമയമുണ്ടോ? ചിലപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പം ഒറിജിനൽ ഡൊള്ളാർഡ് എറ്റ് ആൾസ് ഹൈപ്പോത്തിസിസ് സജസ്റ്റഡ് ദാറ്റ്, ഇതും ഒരാളാണ് കേട്ടോ, ഫ്രസ്ട്രേഷൻ ലീഡ് ടു അഗ്രഷൻ ബട്ട് ലേറ്റർ റിസർച്ച് ഷോഡ് ഫ്രസ്ട്രേഷൻ പ്രൊഡ്യൂസർ റെഡിനെസ് ഫോർ അഗ്രഷൻ നോട്ട് അഗ്രഷൻ ഇൻവെവിറ്റബിളി. 2 ഇടി കൊടുത്താൽ മറ്റുള്ളവരെ 2 പറയണം, ഇടി കൊടുക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ എപ്പോഴും അത് ഫ്രസ്ട്രേഷൻ അഗ്രഷനിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ പോകുമെന്ന്, ഡൊള്ളാർഡ് പറഞ്ഞു, പക്ഷെ പിന്നെ വന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഈസ് കറക്റ്റ്. എന്താ കാര്യം? അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അടി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. നമുക്ക് മറ്റൊരാളെ സൈക്കോളജിക്കലി നമ്മൾ പുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. നമ്മുടെ ഫ്രസ്ട്രേഷൻ അല്ല, അഗ്രഷനായിട്ട് മറ്റൊരാളുടെ മുകളിലേക്ക് തീർക്കാൻ നോക്കിയാൽ മതി. അത് ഫിസിക്കലി മെന്റലി എല്ലാം അഗ്രഷനാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3യും കറക്റ്റ് ആണ്. കാരണം ഇയാൾ പറഞ്ഞിട്ടുണ്ട് സിറ്റുവേഷണൽ ക്യൂസും സോഷ്യൽ കോണ്ടെക്സ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് അഗ്രസീവ് ബിഹേവിയർ വരുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭയങ്കര തടിയുള്ള ഒരാളാണെങ്കിൽ അടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എൻവയോൺമെന്റിന്റെ കാര്യങ്ങളും ഈ ഒരു റെഡി ആണോ, എൻവയോൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് അഗ്രഷൻ വരത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഫ്രസ്ട്രേഷൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് അഗ്രഷൻ പറഞ്ഞുകൊണ്ട് നിർബന്ധമില്ല. ആളും തരം നോക്കി കളിക്കണമെന്ന് പറയില്ലേ, അത് തന്നെ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഫുള്ള് കവർ ചെയ്ത് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും കൃത്യമായിട്ട് വായിക്കുക. എത്ര ടഫായിട്ട് ചോദിച്ചാലും നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൊഗ്നിഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.